മഞ്ജു വാര്യരുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ പറയുന്നു നിന്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട്. ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ട് എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടി മഞ്ജു വാര്യർക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവൻ്റെ പേരാണ് സനൽകുമാർ ശശിധരൻ. ഇത്രയും നാളുകളായിട്ടും യവൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് പോലീസുകാർ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തത്? ഒരു വട്ടം ഇവനെ അറസ്റ്റ് ചെയ്തതാണ്, എന്നിട്ട് അതേപോലെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെയും ഇവൻ വന്നിരുന്ന് റിപ്പീറ്റഡ്ലി മഞ്ജു വാര്യരെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മഞ്ജു വാര്യറും ഇവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ മഞ്ജു വാര്യർ ഇവനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയാണ്. മഞ്ജു വാര്യർ ആരൊക്കെയോ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ വിഡ്ഢിത്തരം വന്ന് പബ്ലിക്കായിട്ട് വിളിച്ച് പറയുവാണ്. ഇവനെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ വല്ല മാനസിക രോഗ ആശുപത്രിയിൽ വല്ല ഇവനെ കൊണ്ടുവന്നിടണം. കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കേസാണ്. കാര്യം വന്നിരുന്ന് അങ്ങ് അനാവശ്യം പറയുവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് മഞ്ജു വാര്യർ പരാതി കൊടുത്തതാണ്, അതിന് ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. കുറച്ച് നാൾ പോലീസുകാർ മറ്റേ ഇവൻ താമസിക്കുന്ന ഇവ ആ സമയത്ത് അമേരിക്കയിലെങ്ങാണ്ടായിരുന്നു. പോലീസുകാർ അമേരിക്കയിലെങ്ങാണ്ട് മെയിൽ അയക്കുന്നു ഇവനെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് പല പരിപാടികളും നടത്തി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. എന്നിട്ടും ആ കേസ് എങ്ങനെയൊക്കെയോ ഒത്തുതീർപ്പായി. പിന്നെയും ഇവൻ ഇപ്പം വന്നിരുന്ന ഓരോ ഇൻ്റർവ്യൂസിലും മഞ്ജു വാര്യരെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറയുവാണ്. ഇപ്പം പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ശശിധരൻ 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, കോ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എൻ്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിന്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുമ്പോഴാണെങ്കിൽ മനസ്സിലാവുന്ന അവർ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്ത് ത്രെട്ട് ഉണ്ട്, കുറേ ആളുകളുടെ ഇതിലാണെന്ന് തോന്നുന്നു. കയറ്റം എന്ന് പറയുന്ന ഒരു മൂവി എടുത്തത് ഇവനാണ്. ആ മൂവി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. മഞ്ജു വാര്യർ ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത്. മഞ്ജു വാര്യർ അതിനകത്ത് അഭിനയിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവനുമായിട്ട് മഞ്ജു വാര്യറിന് അടുപ്പമാണ്. പിന്നെ മഞ്ജു വാര്യർ ഇവൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ഞാൻ തടങ്കലിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് സനൽകുമാർ വന്നിരുന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യറിൻ്റെ പേരിൽ ആരോ ഇവനെ പറ്റിക്കുവാണ്. അതിവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ മഞ്ജു വാര്യറിൻ്റെ വോയിസ് ആണെന്നും പറഞ്ഞ് ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ഏത് മനുഷ്യർക്കും അറിയാൻ പറ്റും അത് മഞ്ജു വാര്യർ അല്ല എന്ന്. വേറെ ആരോ മഞ്ജു വാര്യറുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അതായത് ഇവനെ ഇത്രയും നാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതേപറ്റി മറുപടി ഉണ്ടാവുക, അന്വേഷണം ഉണ്ടാവുക ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് എന്ന് പോലും അറിയുന്നില്ല, ഒരു ഇന്നോവ വാൻ, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാൻ പാർശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ട് എന്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ എടുത്ത കേസ് അന്വേഷിക്കുന്നില്ല, വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നീയുമായിട്ട് സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ എൻ്റെ ലൈഫ് പ്രശ്നത്തിലാവും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അവർ എന്നെ അവിടെ വന്നു, വിമാനം കയറി അവർ വരുന്നത് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് നിന്റെ പേരിൽ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തതെന്ന് ഇപ്പം എനിക്ക് കാര്യം പിടികിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ പറയുന്ന പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. നീ വായി തോന്നുന്ന എന്തോ വിളിച്ച് പറയുവാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് സനൽകുമാറിന് ഈ പറയുന്ന പോലെ ബെയിൽ കൊടുത്ത് പറഞ്ഞു വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ ബെയിൽ കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളൊരു സാധനമല്ല ചെയ്യേണ്ടത്. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അണ്ടറിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. കാര്യം ഇതിപ്പോൾ ഒരു സ്ത്രീക്ക് എന്തുമാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. അവരെന്തുമാത്രം അഫക്റ്റഡ് ആവും ഈ ഒരു വിഷയത്തിൽ. അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക. അതായത് പ്രത്യേകിച്ച് ദിലീപുമായിട്ടൊക്കെ ഉള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അന്ന് ദിലീപുമായിട്ട് അത്രയും വലിയ ഇഷ്യൂ നടക്കുന്ന സമയത്ത് പോലും പബ്ലിക്കിൻ്റെ മുന്നിൽ മഞ്ജു വാര്യർ വന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ യവൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, ഞാൻ പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ മഞ്ജു വാര്യർ വന്ന് പറയട്ടെ. അതായത് അന്ന് മഞ്ജു വാര്യർ ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇനി യവൻ്റെ പുറകെ പോകാൻ പോകുന്നത്. ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എൻ്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതം ആകെ തകർത്ത അവസ്ഥയിലാണ്.
അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പരാതി കൊടുത്തു. ഒരു അന്വേഷണം നടക്കുന്നില്ല. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള കേസ് സത്യസന്ധമാണെങ്കിൽ എന്നെ പിടിച്ച് അകത്തണം, വിചാരണ ചെയ്യണം, അറസ്റ്റ് നടപടികളുണ്ടാവും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ കള്ള കേസ് എടുത്തിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇത്രയും തോന്നിവാസം വന്നിരുന്ന് വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയണം. ആഭ്യന്തര മന്ത്രിയുടെ അടുത്തൊക്കെ ചെന്ന് പോയി പരാതി കൊടുത്തത് എന്ത് പരാതി കൊടുത്ത്? നിന്റെ കേസിനകത്ത് എന്തായിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആരോ ഇയാളെ വ്യക്തമായി പറ്റിച്ചിട്ടുണ്ട്. അവരെ രംഗത്ത് കൊണ്ടുവന്ന് അവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക ആൾമാറാട്ടത്തിന്. അതാ ഇവിടെ ചെയ്യേണ്ടത്. ഇത് ചുമ്മാതെ വന്നിരുന്ന് എന്തൊക്കെയോ വന്നിരുന്നങ്ങ് വിളിച്ച് പറയുക. ഒരു ബോധവുമില്ല ഈ ഒരു വ്യക്തി എന്തോ സംസാരിക്കുന്നതെന്ന്. കാര്യം ഇത് കുറേ നാളുകളായിട്ട് ഈ ഒരു വിഷയം ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പബ്ലിക്കിന്റെ നോട്ടീസിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആകെ കൂടി എഴുതുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിന്റെ റീച്ച് വളരെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും പത്രങ്ങളായാലും ഇത് നോട്ട് ചെയ്യാതെ പോകുന്നു, സർക്കാർ ഇത് ഏറ്റെടുക്കാതെ പോകുന്നു. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ലൈഫ് ഒരുതരം എന്താ പറയുന്ന ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ദയവ് ഇതിനെ ഒരു പബ്ലിക് ഡിസ്കഷനാണ്. എനിക്കെതിരെ അതെ കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഇതെന്ന് പറയുന്നത് ആ കേസെല്ലാം കൊടുത്തിരിക്കുന്ന കള്ള കേസാണ്. അതിനകത്ത് ഒപ്പ് പോലും കള്ള കേസാണ്. 164 എടുത്തിരിക്കുന്നത് പോലും ഫോർജറി ഡോക്യുമെന്റ് എന്നാണ് എന്റെ പരാതി. അപ്പൊ ഇത് അന്വേഷിച്ചാലല്ലേ അറിയാവൂ. ഞാനൊരു പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇതിന് സത്യമുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിചാരണ നടപടികൾ നടക്കുന്നില്ല? 2022 കേസ് വളരെ ഫ്രഞ്ചായ കേസ്. ഇതുവരെയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. 2025 എനിക്ക് രണ്ടാമത്തെ കേസിന് ഒരു അന്വേഷണം നടക്കുന്നില്ല. ഈ കാണുന്ന ഈ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന ചാനലിനകത്തും വന്ന് വിശദമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അറിയത്തില്ല. അതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മൾ കേട്ട വോയിസ് മഞ്ജു വാര്യറിൻ്റെ അല്ല എന്നറിയാമെന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാൾ പറയാം, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേട്ട് നോക്കിയാൽ മതി, അത് മഞ്ജു വാര്യറുടെ തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇയാളിപ്പം കേസിനെ പറ്റിയിട്ടൊക്കെ കടന്ന് സംസാരിക്കുന്നത്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് ആലോചിക്കുക, ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് വന്ന് ആക്ഷേപിക്കുന്നതിൻ്റെ എക്സ്ട്രീമാണ്, അവരോട് റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ്. അതും വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ പടത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഇയാൾക്ക് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഡയറക്റ്റ് വേണമെങ്കിൽ ഇയാൾക്ക് വിളിച്ച് ചോദിക്കാം, ഇയാൾക്ക് പോയി കാണാം, പോയി കണ്ട് സംസാരിക്കാം, ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ നോക്കാം. പക്ഷേ ഇയാൾ അതൊന്നും ചെയ്യാതെ പരസ്യമായിട്ട് വന്ന ആ ഒരു സ്ത്രീയെ എന്തോ പറയണ്ട പച്ചയ്ക്ക് അപമാനിക്കുവാണ്. തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഈ കേസിൽ കാര്യമില്ല, കള്ള കേസാണ്. അത് മാത്രമല്ല, എന്റെ ഈ സിനിമയെ പറ്റി ഇപ്പോഴും യാതൊരു ചർച്ചയില്ല. ഈ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അതെ, ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടി എനിക്ക് എന്റെ ഒരു കോസ് മനസ്സിലാക്കിയിട്ട് ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. അല്ല എന്നെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയല്ല പറയുന്നത്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുതുല്യരായ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ല ഞങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇത് സത്യത്തിൽ ഇത് ഞാൻ അവരുടെ സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. പക്ഷേ ഞങ്ങൾ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിന്റെ പേരിൽ അതാണ് ഇതാണ് ജെന്യൂൻ ആയിട്ട് ചോദ്യം. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് ഞാൻ പറയുന്നു. അല്ല, അവർ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ പറയുന്നത് ഇവർ സ്വതന്ത്രമായിട്ട് ഒരിടത്തും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നത് നടത്താനുള്ള അവസ്ഥയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തെറ്റായ കള്ള വാർത്തകളും കഥകളും പ്രചരിപ്പിച്ചിട്ട് ഈ യഥാർത്ഥ വസ്തുത പുറത്തു വരാതെ മൂടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മഞ്ജു വാര്യരെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല, മഞ്ജു വാര്യറുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല എന്നൊരു നിരാശ കാമുകൻ വന്നിരുന്ന് സംസാരിക്കുവാണ്. ഇവനൊക്കെ നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇവൻ ഇനി ന്യൂസ് 18 മലയാളത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കാണണം. അതിനകത്ത് ഇവൻ്റെ സംസാരം എന്തൊക്കെയാണ്, അതിൻ്റെ കുറച്ചൊരു പോർഷൻ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. യവൻ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവനെ വ്യക്തമായിട്ട് ആരോ ഇവനെ പറ്റിച്ചിട്ടുണ്ട്. ഇവന് പണി കൊടുക്കാനായിട്ട് ആരോ കരുതി കൂട്ടി ചെയ്തൊരു പരിപാടി. മേ ബി ഇവന് ഏതെങ്കിലും ശത്രുക്കളുണ്ടായിരിക്കാം, അവരാരെങ്കിലും ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇത്. അവൻ ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. ഒന്ന് ആലോചിക്കും, ഇത് എത്ര നാളായി. മഞ്ജു വാര്യർ ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഇതിനൊരു സ്ട്രിക്റ്റ് ആക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഇനിയെങ്കിലും കഴിവതും ഇവൻ്റെ ഈ ഒരു വാ അടപ്പിക്കാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ വന്നിരുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കരുത്. മഞ്ജു വാര്യറുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലാണ്, പ്രണയത്തിലാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? വിവാഹേതര ബന്ധം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലോസിനകത്ത് നിർത്താവുന്ന ഒരു കാര്യമാണ്. വേറെ ഐ ഡി വഴി എന്നെ കോൺടാക്ട് ചെയ്തു മഞ്ജു വാര്യർ. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അവർ പറയുന്നു നിന്റെ ലൈഫിൽ ഇനി വേറെ ആൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ട്. മഞ്ജു വാര്യറിന് തലയ്ക്ക് വല്ല സുഖമുണ്ടോ? ഇവൻ്റെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് നിനക്കിനി വേറെ ബന്ധം വേണ്ട, വളരെ റൊമാൻറ്റിക്കായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഇവൻ ആരാണ്? അതാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. അത് മാത്രമല്ല, ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ച് കണ്ടാണ്, എന്നിട്ടാണ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്തുവാ?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇവനെ വെച്ചിട്ട് പടം ഡയറക്റ്റ് ചെയ്തത്. 1.5 വർഷം ഞങ്ങൾ കോൺടാക്റ്റിലാണ്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനും ഇവരുമായിട്ട് കോൺടാക്റ്റിലുണ്ട് എന്ന് അറിഞ്ഞാൽ ആ നിമിഷം കൊല്ലപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നാമത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമില്ല. ഈ പുറത്തുവിട്ട ഓഡിയോയ്ക്കകത്ത് മഞ്ജുവിന്റെ ശബ്ദമല്ല. ഇല്ല കാര്യം അതിനകത്ത് സ്പെസിഫിക് പോർഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആണെന്ന് മനസ്സിലാവും. സാനൽ ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ഇയാൾ ഇങ്ങനെ ഇത് ഞാൻ എൻ്റെതല്ല എന്ന് ഒരു വരി അവർ പറഞ്ഞിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഓർഗനൈസ്ഡ് സെക്ഷൽ ഓഫൻസസ് നടന്നിട്ടുണ്ട്. അല്ല, മോഹൻലാലിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാം, അയാളല്ലാന്ന് പറയാം. കുറെ കാലം വലിയ പ്രചരണം ഉണ്ടായിരുന്നത് ഞാൻ മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലാണ്, ഹാലൂസിനേഷനിലാണ് നടക്കുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ലൈഫിന് ത്രെട്ട് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ലേ, അക്കൗണ്ടബിലിറ്റി ഇല്ലേ സർക്കാരിനും പോലീസിനും ഒക്കെ? ഇയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് ഇയാൾ ഹാലൂസിനേഷനിലാണ് എന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ ആൾക്കാർ പറഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ്, അതുള്ള കാര്യമാണ്. കാര്യം ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക, കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുക. അപ്പം ഇയാൾക്ക് ശരിക്കും ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഹാലൂസിനേറ്റഡ് ആണ്, അതിനകത്ത് വേറെ യാതൊരു സംശയവുമില്ല. കാര്യം ഒരാൾ എത്ര നാളായിട്ട് ഇയാൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളെ ആരും ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടൊന്ന് പറ്റിക്കുകയോ എടുക്കുകയോ ഇയാൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അല്ലെ ഞാൻ പറഞ്ഞല്ലോ, സൈക്കാട്രിക് ഇഷ്യൂ ആയിരിക്കാം. അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആദ്യം കോടതിയിൽ പോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പിന്നെയും വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും ഇല്ലാത്ത കഥകൾ ഓരോന്ന് പുറത്തു വിടും. ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേരാണ് അവിടെ ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കാര്യം മഞ്ജു വാര്യർ ചീത്തയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ട, മഞ്ജു വാര്യറിനെ അറിയാവുന്നവർക്ക് അറിയാം ഇത് പച്ചക്കള്ളമാണ്. കാര്യം ഇപ്പം എനിക്ക് പോലും ഒരിക്കലും നമുക്ക് ആർക്കും മഞ്ജു വാര്യറിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ട് പോലുമില്ല, എന്നാൽ പോലും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. മഞ്ജു വാര്യർ അങ്ങനെ അല്ല എന്ന് ജനങ്ങൾക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഒരാൾ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ അടിച്ചിറക്കുക എന്ന് പറയണത് അതൊരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.